നമ്മുടെ പല പ്രതികരണങ്ങളും ഒരുപോലെ ഉള്ളവയാണ്. പല കാര്യങ്ങളിലും നമ്മൾ ഒരേ രീതിയിലാണ് പ്രതികരിക്കാറുള്ളത്. ഒരേ തരം പ്രതികരണങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ നമ്മളതിനെ നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നു. ഇത് എൻ്റെ സ്വഭാവമാണ്. എൻ്റെ ഈ സ്വഭാവം ആരാണ് രൂപപ്പെടുത്തിയത്? ഇത് എൻ്റെ സ്വഭാവമാണ്, അല്ലേ? എൻ്റെ സ്വഭാവത്തിൽ വളരെ നല്ല നല്ല കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. എന്നാൽ അവയിൽ കുറച്ചു കാര്യങ്ങൾ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുമുണ്ട്. എൻ്റെ സ്വഭാവത്തിലുള്ള ചില കാര്യങ്ങൾ എൻ്റെ ശക്തികളെ ചോർത്തിക്കളയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ കാരണമാകുന്നു. എന്നിൽ വളരെയധികം നല്ല ശീലങ്ങൾ സംസ്കാരങ്ങളുടെ രൂപത്തിലുണ്ട്. അതിൽ 1-2 ശീലങ്ങൾ മാത്രമാണ് എനിക്കും മറ്റുള്ളവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അവയെ മാറ്റാനും സാധിക്കും, അല്ലേ? മാറ്റങ്ങൾ വരുത്തുന്നതിന് മുൻപായി എൻ്റെ സ്വഭാവങ്ങൾ ആരാണ് രൂപപ്പെടുത്തിയത് എന്ന് ഞാൻ അറിഞ്ഞിരിക്കണം. നമ്മുടെ എല്ലാം സ്വഭാവങ്ങളെ ആരാണ് രൂപപ്പെടുത്തിയത്? ശരി, നമ്മുടെ സ്വഭാവം എങ്ങനെയുള്ളവയാണ് എന്ന് ജനറലായി ഒന്ന് പറയൂ. അതായത് ഇതിപ്പോൾ അവരുടെ സ്വഭാവമാണ്, ഇങ്ങനെയാണ് അവരുടെ സ്വഭാവം എന്ന് നമ്മൾ പറയാറില്ലേ? അതുപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഏതെല്ലാം സ്വഭാവങ്ങളാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ വരിക? പറയൂ, ഏതെല്ലാം വരും? വിനയം. വെരി ഗുഡ്. ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം വിനയമുള്ളതാണ്. മര്യാദപൂർവം എല്ലാവരോടും സംസാരിക്കുന്ന ആളാണ്. വളരെ സോഫ്റ്റ് ഹാർട്ടഡ് ആണ്. മുൻശുണ്ടിക്കാരനാണ്. വളരെ പെട്ടെന്ന് ദേഷ്യം വരും. യെസ്, പോസിറ്റീവായ ഒരു വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങളിലും വളരെ പോസിറ്റീവായി ചിന്തിക്കുന്ന ആളാണ്. എത്ര കഠിനമായ പരിസ്ഥിതിയും മുന്നിൽ വരികയാണെങ്കിൽ അതിലെന്തെങ്കിലും ഒരു നല്ലത് കാണാൻ കഴിയുക എന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്, അല്ലേ? അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എങ്ങനെയായിരിക്കും? ചില ആളുകൾക്ക് ഇതിൻ്റെയൊക്കെ വിപരീത സ്വഭാവങ്ങളും ഉണ്ടാവും, അല്ലേ? ചിലർക്ക് എല്ലാ കാര്യങ്ങളും വളരെ നന്നായി നടക്കുന്നുണ്ടാവും, എന്നാലും അവരവിടെ ചില ചോദ്യങ്ങൾ ഉയർത്തും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഏത് കാര്യത്തിലും നെഗറ്റീവ് കണ്ടെത്തുന്നവരുമുണ്ട്. നമുക്ക് എത്ര നല്ല സ്വഭാവങ്ങളാണോ ഉള്ളത്, അതിൻ്റെ വിപരീത സ്വഭാവങ്ങളും നമ്മളിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ വിനയം നമ്മുടെ സ്വഭാവമാണെങ്കിൽ ഈഗോ, അഹങ്കാരവും നമ്മുടെ തന്നെ സ്വഭാവമാണ്. ശാന്തവും ദൃഢവുമായിരിക്കുന്നത് നിങ്ങളുടെ സ്വഭാവമാണെങ്കിൽ ദേഷ്യം വരുന്നതും നിങ്ങളുടെ തന്നെ സ്വഭാവമാണ്. ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ നേച്ചറാണെങ്കിൽ അക്ഷമയും നമ്മുടെ തന്നെ നേച്ചറാണ്. ആത്മാർത്ഥതയും സത്യസന്ധതയും നമ്മുടെ സ്വഭാവമാണെങ്കിൽ കാര്യങ്ങളിൽ അല്പസ്വല്പം സ്വാർത്ഥത കാണിക്കുന്നത് നമ്മുടെ തന്നെ സ്വഭാവത്തിലുണ്ട്. മറ്റുള്ളവരെ പ്രശംസിക്കുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നിന്ദിക്കുന്ന സ്വഭാവവും നമ്മളിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇമോഷൻസിൻ്റെ ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട്. ഈ സ്വഭാവങ്ങളെല്ലാം തന്നെ രൂപീകരിച്ചത് ആരാണ്? ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഇത് മാനുഫാക്ചർ ചെയ്തത് ആരാണ് എന്ന് ഞാൻ അറിയേണ്ടത് അത്യാവശ്യമാണ്. കാരണം ആ പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഞാൻ ആരെയാണ് സമീപിക്കേണ്ടത് എന്ന് ഞാൻ അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഈ മൈക്ക് ഉണ്ടാക്കിയത് ആരാണ്? മൈക്കിൻ്റെ നിർമ്മാതാവ് ആരാണെന്ന് അറിഞ്ഞാലല്ലേ റിപ്പയർ ചെയ്യാൻ അവരുടെ അടുത്തേക്ക് പോകാൻ പറ്റൂ. മറ്റാരുടെയെങ്കിലും അടുത്ത് ഇത് കൊണ്ടുപോയാൽ അവരെന്തു പറയും? ഇത് ഞങ്ങൾ നിർമ്മിച്ചതല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ശരിയാക്കാനും കഴിയില്ല. അതുപോലെ തന്നെ എൻ്റെ നേച്ചർ ആരാണ് രൂപപ്പെടുത്തിയത്? നമ്മുടെ സ്വഭാവങ്ങൾ നമ്മൾ സ്വയം ഉണ്ടാക്കിയതാണോ? ആണോ? ചിലർ പറയാറുണ്ട്, ഞാൻ ഈ മാസത്തിലാണ് ജനിച്ചത്, ഈ മാസത്തിൽ ജനിക്കുന്ന ആളുകൾ ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ ചില പൊതുവായ പരാമർശങ്ങൾ നമ്മൾ കേൾക്കാറില്ലേ? ഇല്ലേ?
എൻ്റെ ജന്മമാസത്തിൻ്റെ ചിഹ്നം ഇതാണ്. ഈ മാസത്തിൽ ജനിച്ചവരുടെ ഒക്കെ സ്വഭാവം ഇത്തരത്തിലുള്ളതായിരിക്കും. ഇങ്ങനെയുള്ള ഒരു പൊതുവായ ധാരണകൾ നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നില്ലേ? ഉണ്ട്, ഇല്ലേ? ഞങ്ങൾ ഈ കാസ്റ്റിലുള്ളവരാണ്, ഞങ്ങൾ പഞ്ചാബികൾ ഇങ്ങനെയാണ് എന്നൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടില്ലേ? നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ വളരെയധികം പൊതുവായ ധാരണകൾ വെച്ച് പുലർത്തുന്നുണ്ട്. അതിപ്പോൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മൾ അവയ്ക്ക് ഒരു പൊതു സ്വഭാവം നൽകുന്നു. ഈ സൃഷ്ടിയിൽ മനുഷ്യരുടെ സ്വഭാവം 12 ഭാഗങ്ങളായി വേർതിരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എങ്കിലും നമ്മൾ പറയുന്നുണ്ട് ഈ മാസത്തിൽ ജനിക്കുന്നവർ ഇങ്ങനെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വഭാവ രൂപീകരണം നടത്തിയത് ആരായിരിക്കും? ഇപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ജനിക്കുമ്പോൾ ഞാനൊരു കൊച്ചു കുഞ്ഞായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ തന്നെ ഒന്ന് നോക്കൂ. നിങ്ങളുടെ കുട്ടിയെ ബാല്യകാലം മുതൽ തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സ്വന്തം ബാല്യം ഓർമ്മയുണ്ടാവില്ല, എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ബാല്യം കണ്ടിട്ടുണ്ടാകുമല്ലോ. ബാല്യം മുതൽ ഇപ്പോൾ വരെ നിങ്ങളുടെ കുട്ടിയിൽ എത്ര ശീലങ്ങളാണ് വന്നിട്ടുള്ളത് എന്ന് നോക്കൂ. കുട്ടിയിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയ ഒരു അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് കുട്ടിയെ നിരീക്ഷിക്കൂ. നിങ്ങളുടെ കുട്ടിയിൽ എത്ര ശീലങ്ങളാണ് ഉള്ളത് എന്ന് ശ്രദ്ധിക്കുക. ആരാണ് ഇത്രയധികം ശീലങ്ങളെ കുട്ടിയിൽ വളർത്തിയെടുത്തത്? ഇതിൽ ധാരാളം കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. നിങ്ങൾ കുട്ടിയെ വളരെ നന്നായി നിരീക്ഷിച്ചാൽ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാകും. ആദ്യമായി നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ കുട്ടികളെ ഒന്ന് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. കുട്ടിയുടെ സ്വഭാവം എങ്ങനെയാണ് എന്നത് നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വന്നുവോ? സ്വന്തം കുട്ടികളുടെ സ്വഭാവം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. എന്തുകൊണ്ടെന്നാൽ ദിവസം മുഴുവനും നിങ്ങളുടെ ശ്രദ്ധ കുട്ടിയുടെ മേൽ മാത്രമാണ്. സ്വന്തം സ്വഭാവം ശ്രദ്ധിക്കാൻ സമയമെടുക്കും. എന്നാൽ നമ്മൾ ആരെക്കുറിച്ചാണോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ സ്വഭാവത്തെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കും. അവരുടെ തെറ്റുകുറ്റങ്ങൾ വേഗം തിരിച്ചറിയും. നിങ്ങളുടെ കുട്ടി ജനിച്ചത് മുതൽ നിങ്ങൾ അവനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനിച്ചപ്പോൾ ഉണ്ടായിരുന്ന ശീലങ്ങളും ഇപ്പോഴത്തെ സ്വഭാവങ്ങളും എല്ലാം ഒരേപോലെയാണോ? ഒരേപോലെയാണോ? വളർച്ചയുടെ പല ഘട്ടങ്ങളിലായി നിങ്ങളിൽ എത്ര പേരുടെ മക്കളുടെ സ്വഭാവങ്ങൾ മാറിയിട്ടുണ്ട്? എല്ലാവരുടെ മക്കൾക്കും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് എങ്ങനെ പറയാനാകും? ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. അങ്ങനെ സ്വഭാവങ്ങളിൽ വ്യത്യാസം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? കുട്ടി വേണമെന്ന് വെച്ച് തൻ്റെ സ്വഭാവ രീതികളിൽ വ്യത്യാസം വരുത്തുകയാണോ? സ്വന്തം സ്വഭാവത്തെ ശ്രദ്ധിക്കുകയും അവയിൽ ശ്രദ്ധയോടെ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്ന കുട്ടികൾ വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ വളരുന്നതിനനുസരിച്ച് സ്വഭാവമാറ്റം വരാനുള്ള കാരണം എന്താണ്? എങ്ങനെയാണ് കുട്ടികൾ ചേഞ്ച് ആകുന്നത്? പരിസ്ഥിതികൾ, ശരി, ചുറ്റുപാടുകൾ, അന്തരീക്ഷം, വളരെ ശരിയാണ്, അന്തരീക്ഷം. കാരണങ്ങൾ ഓരോന്നായി മുന്നിലേക്ക് വരുന്നത് കണ്ടില്ലേ? നമ്മുടെ സ്വഭാവങ്ങളിൽ പലപ്പോഴായി മാറ്റങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായോ? സ്വഭാവം എന്നാൽ സംസ്കാരം എന്നാണ് അർത്ഥം. നിങ്ങളിൽ പലർക്കും ഒന്നിലധികം കുട്ടികൾ ഉണ്ടാകാം. ഉദാഹരണമായി 2 കുട്ടികളുണ്ട് എന്നിരിക്കട്ടെ. 2 പേരും നിങ്ങളുടെ കുട്ടികളാണ്. 2 കുട്ടികളും ജനിച്ചപ്പോൾ അവരുടെ നേച്ചർ ഒരുപോലെ ആയിരുന്നുവോ? അല്ല. പിന്നെ ഈ കഴിഞ്ഞ വർഷങ്ങളിലായി 2 കുട്ടികളും ധാരാളം മാറ്റങ്ങളും ഉണ്ടായി. അവരിൽ ഒരുപോലെയുള്ള മാറ്റങ്ങളാണോ ഉണ്ടായിട്ടുള്ളത്? ആണോ? ഇത് വളരെ രസകരമായ ഒരു കാര്യമാണ്. ഒരേ മാതാപിതാക്കൾക്ക് ജനിച്ച 2 കുട്ടികൾ, എന്നാൽ അവരുടെ സ്വഭാവങ്ങൾ ഒരേപോലെയല്ല. വളരെ വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങളാണ് 2 പേർക്കും ഉള്ളത്. അവർ ഒരേ വീട്ടിൽ ജീവിക്കുന്നു, ഒരേ സ്കൂളിൽ പഠിക്കുന്നു, ഒരേ പരിസ്ഥിതികളിലൂടെ കടന്നു പോകുന്നു. വർഷങ്ങൾ കടന്നു പോകുമ്പോൾ 2 കുട്ടികളും ധാരാളം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, അല്ലേ? 2 കുട്ടികളിലും ധാരാളം മാറ്റങ്ങൾ സംഭവിക്കുന്നു. എന്നാൽ ആ മാറ്റങ്ങൾ ഒരേപോലെയുള്ളതുമല്ല. സ്വഭാവങ്ങൾ എന്നാൽ എന്താണ്?
സ്വഭാവങ്ങളിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്നിവയെക്കുറിച്ച് നമുക്ക് കൃത്യമായ അറിവുണ്ടായിരിക്കണം. എന്നിലുണ്ടാകുന്ന മാറ്റങ്ങളെ ഏത് ദിശയിലേക്കാണ് കൊണ്ടുപോകേണ്ടത് എന്ന് നിശ്ചയിക്കാനുള്ള ശക്തി എനിക്കുണ്ടോ എന്നും നോക്കണം. എന്തുകൊണ്ടെന്നാൽ എല്ലാ കാര്യങ്ങളും സംസ്കാരങ്ങളെ ആധാരമാക്കിയാണ് നടക്കുന്നത്. ആത്മീയ കാര്യങ്ങളിൽ സംസ്കാരങ്ങളെ ലോകവുമായി താരതമ്യം ചെയ്യുന്നു. സംസ്കാരങ്ങളിലൂടെ നിങ്ങളുടെ ലോകം സൃഷ്ടിക്കപ്പെടുന്നു. ഏത് ലോകമാണ് സൃഷ്ടിക്കപ്പെടുന്നത്? ഏറ്റവും ആദ്യമായി എൻ്റെ സംസ്കാരങ്ങളിൽ നിന്നും എൻ്റെ ശരീരം നിർമ്മിക്കപ്പെടുന്നു. അതായത് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന എല്ലാത്തിൻ്റെയും പ്രഭാവം എൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്നു. ഇപ്പോൾ നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോകും, എന്നിട്ട് പറയും, ഞാൻ ദിവസവും എക്സസൈസ് ചെയ്യുന്നുണ്ട്, നല്ല ഭക്ഷണവും കഴിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുമുണ്ട്, എന്നിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് അസുഖം വന്നത്? ഇതുവരെ എനിക്ക് ഒരു അസുഖവും വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇത്രയും വലിയ ഒരു അസുഖം എനിക്ക് വന്നത്? അപ്പോൾ ഡോക്ടർ പറയും സ്ട്രെസ്. കാരണം മനസ്സിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ശരീരവുമായി ബന്ധമുണ്ട്. ഈ കാര്യം നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും. ഇപ്പോൾ നിങ്ങൾ കുറച്ച് ടെൻഷനിലാണെങ്കിൽ നിങ്ങളുടെ ശരീരവും അസ്വസ്ഥമായി ഇരിക്കുന്നത് കാണാം. അല്ല, നിങ്ങൾ ശാന്തമായി ഇരിക്കുമ്പോൾ ശരീരത്തിൽ ശാന്തത അനുഭവപ്പെടുന്നത് പോലും നമുക്ക് കാണാം. പരീക്ഷയുള്ള ദിവസങ്ങളിൽ കുട്ടികൾ വയറ്റിൽ അസ്വസ്ഥത ഉണ്ടാകുന്നതായി പറയാറില്ലേ? എന്നിട്ട് പറയും, എനിക്ക് ഇന്ന് പനി വരുന്നത് പോലെയുണ്ട്, ഞാനിന്ന് സ്കൂളിൽ പോകുന്നില്ല. അപ്പം നമ്മൾ എന്തു പറയും? പരീക്ഷയ്ക്ക് പോകാതിരിക്കാനായി നുണ പറയുകയാണ്, സ്കൂളിൽ എന്തായാലും പോകണം. എന്നാൽ കുട്ടികൾ സുഖമില്ല എന്ന് പറയുന്നതിൽ ഉറച്ചു നിന്ന് വാശി പിടിക്കാറുണ്ട്. എന്നിട്ടോ പരീക്ഷ കഴിയുന്നതോടെ എല്ലാ അസുഖങ്ങളും തന്നെ മാറുന്നു, അല്ലേ? താനെ മാറുന്നു. സത്യത്തിൽ ഒരു അസുഖവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടല്ലേ ഇത്ര പെട്ടെന്ന് ഓക്കെ ആയത്? കുട്ടി നുണ പറയുകയായിരുന്നു എന്നാണ് നമ്മൾ പറയാറുള്ളത്, അല്ലേ? എന്നാൽ കുട്ടി പറഞ്ഞത് നുണയായിരുന്നില്ല, പരീക്ഷയായിരുന്നു. സോ സ്ട്രെസ്സായി. സ്ട്രെസ് കാരണം ശരീരം അതനുസരിച്ച് പ്രതികരിച്ചു. പരീക്ഷ കഴിഞ്ഞു, കുട്ടിയുടെ സ്ട്രെസ് ഇല്ലാതെയായി. സോ ശരീരം പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്തു. സ്ട്രെസ് ഇല്ലാതെ ആയപ്പോൾ ശരീരം സ്വസ്ഥമായി, അസുഖവും മാറി. ശരീരത്തിൻ്റെ ഇത്തരം റിയാക്ഷനുകൾ സാധാരണയായി കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഓരോ വ്യക്തികളിലും സ്ട്രെസ്സിനോട് ശരീരം പ്രതികരിക്കുന്ന വിധം വ്യത്യസ്തമാണ്. ശരിയല്ലേ? ഇത്തരം പ്രതികരണങ്ങളുടെ അടിസ്ഥാനം എന്താണ്? എന്തിനെ ആധാരമാക്കിയാണ് നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തമായ രീതികളിൽ പ്രതികരിക്കുന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവത്തെ ആധാരമാക്കിയാണ് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ സ്വഭാവം വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. സ്വഭാവം ഒരു ഫൗണ്ടേഷൻ പോലെയാണ്. ഒരു പ്രാവശ്യം നമ്മൾ ഈ ഫൗണ്ടേഷൻ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ദിവസം മുഴുവനും നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ സീനുകളെക്കുറിച്ചുള്ള നമ്മുടെ പ്രതികരണങ്ങൾ എല്ലാം തന്നെ നമ്മുടെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കി ചിലപ്പോൾ മാത്രമേ നമ്മുടെ സ്വഭാവങ്ങൾ പുറത്തു വരികയുള്ളൂ. അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല. എപ്പോഴും നമ്മുടെ ഉറച്ച സ്വഭാവങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ ഓരോ സാഹചര്യങ്ങളിലും പ്രതികരിക്കുന്നത്. ഇനി ഞാൻ എൻ്റെ മനസ്സിലൊരു ചിത്രം ഫിക്സ് ചെയ്യുകയാണ് എന്ന് കരുതുക. ഒരു ഭാഗത്ത് എൻ്റെ യഥാർത്ഥ സ്വഭാവമുണ്ട്. ഞാൻ സ്വഭാവം അനുസരിച്ച് പ്രതികരിക്കുന്നു. ഓക്കെ, എൻ്റെ ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങളോടെല്ലാം ഞാൻ എങ്ങനെ പ്രതികരിക്കണം എന്നത് എൻ്റെ ഉറച്ച സ്വഭാവങ്ങളെ ആധാരമാക്കിയാണ് നടക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ വരുന്ന ഓരോ ദൃശ്യങ്ങളോടുമുള്ള എൻ്റെ പ്രതികരണങ്ങളാണ് എൻ്റെ കർമ്മങ്ങൾ. റിയാക്ഷൻ എന്നാൽ കർമ്മങ്ങളാണ്. അപ്പോൾ എൻ്റെ പ്രതികരണങ്ങൾ എൻ്റെ കർമ്മങ്ങളാകുന്നു. എൻ്റെ കർമ്മങ്ങൾ എൻ്റെ ഭാഗ്യം നിശ്ചയിക്കുന്നു. ഓരോ കർമ്മങ്ങളുടെയും ഭാഗ്യം എന്തായി മാറുന്നു എന്നറിയാമോ? ഞാൻ എങ്ങനെയാണോ പ്രതികരിക്കുന്നത് അതുതന്നെ ഞാൻ ഫീൽ ചെയ്യുന്നു, അഥവാ അനുഭവം ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ പെട്ടെന്ന് ഈ മൈക്ക് സ്റ്റോപ്പായി എന്ന് കരുതുക. പെട്ടെന്ന് തന്നെ നമ്മൾ അത് വേഗം ശരിയാവും എന്ന രീതിയിൽ പ്രതികരിക്കുന്നു, അല്ലേ?
നമുക്ക് അത് സാധാരണമായ ഒരു കാര്യമായി മാത്രമേ ഫീൽ ചെയ്യുകയുള്ളൂ. മറിച്ച് ഇത് എങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു, ഇത്രയധികം തയ്യാറെടുപ്പുകൾ നടത്തിയതല്ലേ, അവർ ശ്രദ്ധിച്ചില്ലേ എന്നിങ്ങനെയുള്ള ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ നമ്മളുടെ ചിന്തകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിനോടൊപ്പം ഫീലിങ്സും മാറാൻ തുടങ്ങും. നമ്മുടെ ഉള്ളിലെ ഫീലിങ്സ് അശാന്തമായി മാറുന്നു. കാരണം അശാന്തമായ ചിന്തകളാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ കാര്യത്തെ വേറൊരു വിധത്തിൽ ഒന്ന് കണ്ടു നോക്കാം. മൈക്ക് നിന്നതും ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. വളരെ മോശമായി ഓർഗനൈസ് ചെയ്ത ഒരു പരിപാടിയാണ് ഇത്. തുടങ്ങുമ്പോഴേക്കും ഇതാണ് അവസ്ഥ, ഞാൻ പോകുകയാണ്. ഇതും ഒരു പ്രതികരണമാണ്. റിയാക്ഷൻസ് പല വിധത്തിലുമുണ്ട്. ജീവിതത്തിലെ ഓരോ ദിവസങ്ങളിലും നമ്മൾ പല പ്രകാരത്തിലുള്ള റിയാക്ഷൻസ് കാണാറുണ്ട്, അല്ലേ? ഒന്ന് റോഡിലൂടെ യാത്ര ചെയ്താൽ തന്നെ മതിയല്ലോ. പലരുടെയും യഥാർത്ഥ സ്വഭാവം റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ തന്നെ പുറത്തു വരാറുണ്ട്, അല്ലേ? ചെറിയ ഉരസലുകൾക്കും സംസാരങ്ങൾക്കും എല്ലാം ആളുകൾ പല വിധത്തിലാണ് പ്രതികരിക്കാറുള്ളത്. ഒരേ കാര്യത്തിന് തന്നെ പലരും പല രീതിയിൽ പ്രതികരിക്കുന്നു. എന്നാൽ ദിവസം മുഴുവനും ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്ന രീതിയിൽ സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഓരോ സംഭവങ്ങൾക്കും ഓരോ പ്രതികരണങ്ങളും ഉണ്ടാകുന്നു. നമ്മുടെ പ്രതികരണങ്ങളുടെ ആധാരം നമ്മുടെ സ്വഭാവമാണ്. പ്രതികരണങ്ങൾക്കനുസരിച്ച് കർമ്മമുണ്ടാകുന്നു. കർമ്മത്തിലൂടെ ഭാഗ്യം നിശ്ചയിക്കപ്പെടുന്നു. അപ്പോൾ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ അടിത്തറ എത്ര പ്രാധാന്യമുള്ളതാണ്, എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വളരെ അശ്രദ്ധയോടെ പറയുന്നു, ഞാൻ ഈ മാസത്തിലാണ് ജനിച്ചത്, അതുകൊണ്ട് എൻ്റെ സ്വഭാവം ഇങ്ങനെയായി. അങ്ങനെ ഒന്നുമില്ല. സ്വഭാവത്തിൻ്റെ ആധാരത്തിലാണ് നിങ്ങളുടെ ഭാഗ്യം നിശ്ചയിക്കപ്പെടുന്നത്. വെറുതെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്വഭാവത്തെ ഇത്തരം കാരണങ്ങൾ പറഞ്ഞ് തൻ്റേതാക്കി വെക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സന്ദർഭങ്ങളിൽ നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്ന ചില സ്വഭാവങ്ങളിലൂടെ നമ്മൾ പ്രതികരിച്ചാൽ ചിലപ്പോൾ നമ്മുടെ ഭാവി ജീവിതം തന്നെ വഴിമാറി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ മനസ്സിൽ നടക്കുന്ന കോഡിംഗ്, അതായത് ചിന്തകൾ എപ്രകാരത്തിലുള്ളതാണ് എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഒരേ മാതാപിതാക്കൾക്ക് ജനിച്ച 2 കുട്ടികൾ 2 സ്വഭാവ രീതികളിലൂടെ വളരുന്നതിനെ നമ്മൾ പരിവർത്തനം എന്ന് പറയുന്നു. ഇതിൻ്റെ കാരണങ്ങൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ, വളർന്നു വരുന്ന അന്തരീക്ഷങ്ങൾ എന്നിവയാണ്. സ്വഭാവങ്ങളിൽ പരിവർത്തനം വരുന്നതിന് വേറെ വല്ല കാരണങ്ങളുമുണ്ടോ? ഉണ്ടോ? ജീവിതയാത്രയിൽ സ്വഭാവമാറ്റം വരുന്നതിന് വേറെയും കാരണങ്ങളുണ്ടോ? മുതിർന്നവരുടെ ശീലങ്ങൾ. അതെ, വളരെ ശരിയാണ്. മുതിർന്നവരുടെ ശീലങ്ങൾ, മുതിർന്നവരുടെ സംസ്കാരങ്ങൾ നമ്മുടെ സംസ്കാരങ്ങളിൽ സ്വാധീനം ചെലുത്താറുണ്ട്. നിങ്ങളുടെ കുട്ടികളിൽ നിങ്ങളുടെ സംസ്കാരങ്ങളില്ലേ? കുടുംബത്തിൻ്റെ സംസ്കാരങ്ങളില്ലേ? നമ്മുടെ സ്വഭാവം ഏതെല്ലാം ഘട്ടങ്ങളിലൂടെ ഉണ്ടായതാണ് എന്നതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി നോക്കണം. ഇനി വേറെ എന്താണ് സ്വാധീനിക്കുന്നത്? വേറെ എന്താണ്? നമ്മുടെ കർമ്മങ്ങൾ. കർമ്മങ്ങൾ നമ്മുടെ സ്വഭാവങ്ങളിലൂടെ ഉണ്ടാകുന്നു. വേറെ എന്തെങ്കിലും ഉണ്ടോ? യെസ്, ഫ്രണ്ട്സ്. വളരെ ശരിയാണ്. കൂട്ടുകെട്ടുകളും സ്വഭാവത്തിൽ സ്വാധീനമുണ്ടാക്കുന്നു. ഇപ്പോൾ മനസ്സിലായോ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന്? ഇവിടെ, അതായത് നമ്മുടെ മുരുകമധ്യത്തിൽ ഒരു എനർജിയുണ്ട്. ചിന്തിക്കുന്നതും ചെയ്യുന്നതും സംസാരിക്കുന്നതും പിന്നെ പെരുമാറുന്നതും ഒക്കെ ഈ എനർജിയാണ്. പെരുമാറ്റത്തിലൂടെ ശീലങ്ങൾ ഉണ്ടാകുന്നു. ശീലങ്ങൾ കർമ്മങ്ങളാകുന്നു. ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ എനർജിയെ നമ്മൾ ആത്മാവെന്ന് വിളിക്കുന്നു. ബോധം, ശക്തി, ലൈറ്റ്, അങ്ങനെയുള്ള പല പേരുകളും ആത്മാവിനുണ്ട്. എന്തു പേര് വിളിച്ചാലും ആത്മാവ് ഒരു ഊർജമാണ്. ആ ഊർജം ശരീരത്തിൽ നിന്നും വേറെയാണ്. ആത്മാവിൽ 5 പ്രകാരത്തിലുള്ള സംസ്കാരങ്ങളുണ്ട്.
ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ 5 ഫോൾഡറുകൾ ഉള്ളതുപോലെ ആത്മാവിൽ 5 വിധത്തിലുള്ള സംസ്കാരങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് സ്വയത്തെ മനസ്സിലാക്കുന്നത് ഈസിയായി മാറും. അതുപോലെ തന്നെ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതും ഈസിയാകും. ഇവരെന്താണ് ഇങ്ങനെ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അല്ലെങ്കിൽ പറയാറുണ്ട്. ഇങ്ങനെ ചിന്തിക്കാറില്ലേ? ഇവരെന്താണ് ഇങ്ങനെ? ഇവരെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആയി മാറിയത്? പലരോടും നമ്മൾ ഇതൊക്കെ നേരിട്ടും ചോദിക്കാറുണ്ട്. നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയായി പോയത് എന്ന് ചോദിക്കാറില്ലേ? അവർ തിരിച്ചു മറുപടിയും പറയും, ഞാനും ഇത് തന്നെയാണ് ചിന്തിക്കുന്നത്, താങ്കൾ എന്താണ് ഇങ്ങനെ എന്നൊക്കെ, അല്ലേ? മറ്റുള്ളവരുടെ സംസ്കാരങ്ങൾ നമ്മുടെ സംസ്കാരങ്ങളിൽ നിന്നും തികച്ചും വിപരീതമാകുമ്പോൾ നമ്മുടെ മനസ്സിൽ പല ചോദ്യങ്ങളും ഉയരും. ഇവരെന്താണ് ഇങ്ങനെയായത് എന്നത് നമ്മൾ സ്വയം ചോദിക്കും. നമ്മൾ സ്വന്തം സ്വഭാവത്തെ മനസ്സിലാക്കുന്നതും മറ്റുള്ളവരുടെ സ്വഭാവങ്ങളെ മനസ്സിലാക്കുന്നതും ഒരുപോലെ പ്രാധാന്യമുള്ള കാര്യമാണ്. ആത്മാവിൽ 5 പ്രകാരത്തിലുള്ള ഫോൾഡറുകൾ അഥവാ 5 പ്രകാരത്തിലുള്ള സംസ്കാരങ്ങളുണ്ട്. ഒന്നാമതായി കുട്ടി ജനിക്കുമ്പോൾ തന്നെയുള്ള സംസ്കാരമാണ്. ആ ആത്മാവിൻ്റെ ഏറ്റവും ശക്തമായ സംസ്കാരവും ഇതാണ്. ഇപ്പോൾ നോക്കൂ, വീട്ടിലൊരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ കുട്ടിയുടെ സംസ്കാരങ്ങളെ പറ്റി എല്ലാവരും വർണ്ണിക്കാറുണ്ട്. ചില കുട്ടികൾ വളരെ ശാന്ത സ്വഭാവമുള്ള കുട്ടികളാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ ചില കുട്ടികൾ വളരെ പെട്ടെന്ന് കരയുമെന്നും നമ്മൾ പറയാറുണ്ട്. കുട്ടികൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളും കൊണ്ടാണ് വരുന്നത്. ജനിക്കുമ്പോൾ മുതൽ ഉണ്ടാകുന്ന ഈ സംസ്കാരങ്ങൾ കുട്ടിക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? കുഞ്ഞു ഇതുവരെ ഒരു കർമ്മവും ചെയ്തിട്ടില്ല, ഒരു പരിസ്ഥിതികളെയും നേരിട്ടേണ്ടി വന്നിട്ടില്ല, ഒരു എൻവയറമെൻ്റൽ ചേഞ്ചസും ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ജനിക്കുമ്പോൾ തന്നെ കുട്ടിയിൽ ഉണ്ടാകുന്ന ഈ സംസ്കാരങ്ങൾ ഏതെല്ലാമാണ്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിന് ധാരാളം മറുപടികളും ലഭിക്കാറുണ്ട്. ജനിക്കുമ്പോൾ തന്നെ ഒരു കുട്ടിയിൽ ഉണ്ടാകുന്ന സംസ്കാരമാണ് ഏറ്റവും ശക്തമായി നിലനിൽക്കുന്നത്. ഈ സംസ്കാരങ്ങളാണ് ആത്മാവ് തൻ്റെ കൂടെ കൊണ്ടുവരുന്നത്. എവിടെ നിന്നും കൊണ്ടുവരുന്നു? കഴിഞ്ഞ ജന്മങ്ങളിൽ നിന്നും. നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിൽ നിന്നും ഒരു സംസ്കാരങ്ങളും കൊണ്ടുവരുന്നില്ല എങ്കിൽ ഓരോ കുട്ടിയും ജനിക്കുമ്പോൾ തന്നെ ഒരേപോലെ ആയിരിക്കും ഉണ്ടാവുക. ഇതെങ്ങനെ സാധ്യമാകും എന്ന് പലരും ചോദിക്കാറുണ്ട്. നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങളിൽ നിന്നും നമ്മൾ ഒന്നും തന്നെ കൊണ്ടുവരുന്നില്ല എങ്കിൽ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടികളും ഒരേ സ്വഭാവ സവിശേഷതകൾ ഉള്ളവരായിരിക്കും. പിന്നീട് അവർ വളർന്നു വരുമ്പോൾ മാത്രമേ അവരുടെ സ്വഭാവങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഇവിടെ ജനിക്കുമ്പോൾ മുതൽ ഓരോരുത്തരും വ്യത്യസ്ത സ്വഭാവത്തോടെയാണ് ജനിക്കുന്നത്, അല്ലേ? കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടില്ല, അവർക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല, എന്നിട്ടും അവരുടെ സ്വഭാവങ്ങൾ പല വിധത്തിലുള്ളതാണ്, അല്ലേ? അപ്പോൾ ഈ സ്വഭാവങ്ങളൊക്കെ എവിടെ നിന്നും വന്നു? ആത്മാവിൻ്റെ സംസ്കാരങ്ങളിൽ നിന്നുമാണ് ഈ സ്വഭാവങ്ങളെല്ലാം വന്നത്. അപ്പോൾ പിന്നെ ആത്മാവ് ഈ സംസ്കാരങ്ങൾ എവിടെ നിന്നും കൊണ്ടുവന്നതാണ്? കഴിഞ്ഞ ജന്മങ്ങളിൽ നിന്ന്. അപ്പോൾ ഈ കഴിഞ്ഞ ജന്മങ്ങൾ എന്നാൽ എന്താണ്? ആത്മാവായ എനിക്ക് പ്രായമില്ല, ആത്മാവിന് മരണമില്ല, ആത്മാവ് നശിക്കുന്നുമില്ല. ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആരെങ്കിലും ശരീരം ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ ആരുടെ അന്തിമ സംസ്കാരങ്ങളാണ് ചെയ്യാറുള്ളത്? ശരീരത്തിൻ്റെ അന്തിമ സംസ്കാരമാണ് ചെയ്യുന്നത്, അല്ലേ? ആത്മാവ് ശാശ്വതവും നശിക്കാത്തതുമാണ്. ആത്മാവിന് മരണമോ നാശമോ ഇല്ലെങ്കിൽ പിന്നെ ഒന്നും സംഭവിക്കുന്നില്ല, അല്ലേ? അപ്പോൾ പിന്നെ ആത്മാവ് എവിടേക്കാണ് പോകുന്നത്? ആത്മാവ് ഒരു ശരീരത്തെ ഉപേക്ഷിക്കുന്നു, എന്നിട്ട് വീണ്ടും അമ്മയുടെ ഗർഭത്തിലുള്ള കുട്ടിയിൽ പ്രവേശിക്കുന്നു. എൻ്റെ സ്വഭാവം എന്നത് എൻ്റെ ഈ ഒരു ജന്മത്തിലെ മാത്രം ഫൗണ്ടേഷൻ അല്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എൻ്റെ ഇപ്പോഴത്തെ സ്വഭാവം ഈ ഒരു ജന്മത്തിലെ റിയാക്ഷൻസ് മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാണ് എങ്കിൽ കൂടി അത് എൻ്റെ സ്വഭാവത്തിൻ്റെ ഫൗണ്ടേഷനായി മാറുന്നുണ്ട്. പക്ഷേ എൻ്റെ സ്വഭാവം എൻ്റെ ഇപ്പോഴത്തെ ജന്മത്തെ മാത്രം ആശ്രയിച്ചുള്ളതല്ല. ഞാൻ ആത്മാവ് ഈ ശരീരത്തെ ഉപേക്ഷിക്കുമ്പോൾ ഒരേ ഒരു കാര്യം മാത്രമേ എൻ്റെ കൂടെ കൊണ്ടുപോകുന്നുള്ളൂ.
അതാണ് എൻ്റെ സ്വഭാവം അഥവാ സംസ്കാരം. ഇപ്പോൾ നിങ്ങളുടെ സ്വഭാവം വളരെ ശാന്തമായതാണെങ്കിൽ അടുത്ത ജന്മത്തിൽ നിങ്ങളുടെ ആത്മാവ് പ്രവേശിക്കുന്ന ആ കൊച്ചു കുട്ടിയും ശാന്ത സ്വഭാവക്കാരനായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവക്കാരനാണെങ്കിൽ, പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ആ കൊച്ചുകുട്ടി എങ്ങനെയായിരിക്കും ഉണ്ടാവുക? അതെ, ആ കുട്ടി വളരെ ഉറക്കെ കരയുന്ന സ്വഭാവക്കാരനായിരിക്കും. ഇപ്പോൾ നമുക്ക് ഒന്ന് സ്വയം വിലയിരുത്തി നോക്കാം. ഞാൻ ഈ നിമിഷം ശരീരം വിടുകയാണെങ്കിൽ കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ജനിക്കുന്നു. ആ കുട്ടി എങ്ങനെയുള്ള സ്വഭാവക്കാരനായിരിക്കും? ഇത് വളരെ രസകരമായ ഒരു കാര്യമാണ്. ഇതേപ്പറ്റി ചിന്തിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സംസ്കാരങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാകും. നമ്മുടെ ഈ ജീവിതത്തിലെ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് നമ്മൾ വളരെ കുറച്ചു മാത്രമേ ചിന്തിക്കാറുള്ളൂ. നമ്മുടെ സ്വഭാവം ഈ ഒരു ജന്മത്തിൻ്റെ മാത്രം ഫൗണ്ടേഷൻ അല്ല, മറിച്ച് ഇനി വരുന്ന പല ജന്മങ്ങളുടെയും ഫൗണ്ടേഷൻ ആത്മാവിൽ അടങ്ങിയിരിക്കുന്നു. ഒരു കുഞ്ഞ് പല വിധത്തിലുള്ള സംസ്കാരങ്ങളോടെയും കർമ്മങ്ങളോടെയും ജനിക്കുന്നു. ജനിച്ച അന്നോ അല്ലെങ്കിൽ പിറ്റേന്നോ ജ്യോത്സ്യൻ കുട്ടിയുടെ ജാതകം ഉണ്ടാക്കുന്നു. ആത്മാവ് തൻ്റെ കൂടെ കൊണ്ടുപോകുന്ന കുറച്ച് സംസ്കാരങ്ങൾ അല്ലെങ്കിൽ ആ ഫൗണ്ടേഷൻ ഈ ഒരു ജന്മത്തിൻ്റെ വിധി മാത്രമല്ല നിർണ്ണയിക്കുന്നത്, മറ്റനേകം ജന്മങ്ങളിലും ഇവ കൂടെ വരുന്നു. ജനിച്ച ദിവസം തന്നെ ജ്യോത്സ്യൻ കുട്ടിയുടെ ഭാവി പ്രവചിക്കുന്നു. 5 വയസ്സിൽ ഇങ്ങനെ ഉണ്ടാകും, 10 വയസ്സിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും, 20ാമത്തെ വയസ്സിൽ ഇങ്ങനെ ആയിരിക്കും, പിന്നെ അടുത്ത 5 വർഷം കുട്ടിക്ക് വളരെ മോശം സമയമാണ്, അത് കഴിഞ്ഞ് വരുന്ന 10 വർഷം വളരെ നല്ലതാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഡോക്യുമെൻ്റ് ആദ്യ ദിവസം തന്നെ കിട്ടുന്നു. അടുത്ത ജന്മത്തിലെ ഭാഗ്യം കൂടി നമ്മുടെ ഇപ്പോഴത്തെ സംസ്കാരങ്ങൾ അനുസരിച്ചാണ് ലഭിക്കുന്നത് എന്നാണ് ഇതിനർത്ഥം. നമ്മുടെ സംസ്കാരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രഭാവങ്ങളെക്കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ ഇത്രയധികം ഗഹനമായി ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ വളരെ അശ്രദ്ധയോടെ പലരെയും വഴക്ക് പറയുകയും നിന്ദിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇത്തരം സ്വഭാവങ്ങളുടെയൊക്കെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് നമ്മൾ അല്പം പോലും ചിന്തിക്കാറില്ല.